കമലാക്ഷി, എന്നെ ഇപ്പൊ കാണാനേ കിട്ടുന്നില്ലേടെ. ഓ ഞാൻ ഇവിടെ തന്നെ ഉണ്ടിപ്പാ. നീ നിന്റെ മോന്റെയും മോന്റെ ഉള്ളപ്പോ സർക്കിട്ട് പോകുമ്പോ നമ്മളെല്ലാം കാണുവാ. കമലാക്ഷി എത്ര സമയം ഞാൻ അറിയില്ല, നോക്കാം. അങ്ങട്ടേല് ഫാത്തിമ പറഞ്ഞിട്ട് എന്റെ മോന്റെ കാര്യം ഞാൻ അറിയുന്നത്. അങ്ങനെ നാട്ടിൽ കണ്ടവർ പറഞ്ഞിട്ട് അറിയേണ്ട ബന്ധാണ് നമ്മ തമ്മില്. അതെയാ വേണ്ട, പല്ലിന്റെ അടുക്ക് കൂത്തി നാറ്റിക്കണ്ട. ഇതാണ് സാധനം, സുകുമാര കൃതം. പുരാണങ്ങളിലല്ലതാ. പണ്ട് കുന്തി കുഞ്ഞില്ലാണ്ട് വിഷമിച്ചപ്പം ഇത് കുടിച്ചിട്ടല്ലേ കുഞ്ഞിണ്ടായത്. ഉണ്ടായി വരുമ്പോഴേക്കോ 1 2 100 എണ്ണല്ലേ, 100 എണ്ണം. അത് വെച്ചിട്ടല്ലേ പുള്ളിക്കാരത്തി പണ്ട് ശ്രീകൃഷ്ണന്റെ പേര് യുദ്ധത്തിന് പിടിച്ചു നിന്നത്. ഞാൻ മോന്റെ കാര്യം ആയതുകൊണ്ട് മറ്റൊന്നും ആലോചിച്ചില്ല. കിട്ടിയ സ്ഥലത്ത് നിന്ന് മേടിച്ചു. രാത്രി കിടക്കുന്നതിന് മുമ്പേ രണ്ടാളോട് ഓരോ സ്പൂണ് കഴിക്കാൻ പറയണോട്ടാ. 3 മാസം. 3 മാസാ മോനെ. ഇനി ഇതായിട്ട് എന്തിനു കുറക്കുന്നു? മേടിച്ചു ഇങ്ങ് വന്നോട് മോനെ. എത്ര ചേച്ചി? 600 രൂപയിലൂടാ. 600 അയ്യോ ചേഞ്ച് ഇല്ലല്ലോ. ഒരു കുഞ്ഞിക്ക് വേണ്ടിട്ടല്ലടാ. കാര്യം നടന്ന കമലാക്ഷി എടുത്തിനെ കാണണ്ട പോലെ കാണണേ. അത് പിന്നെ കാണാണ്ടിരിക്കുവാണേ. അന്നേ പോട്ടാ. ചായ കുടിച്ചിട്ട് പോവാണേ. നിങ്ങളെ കാത്തു നിന്നിട്ട് ഇപ്പൊ എന്നെ വൈകി. ഞാൻ പോകാട്ടാ. മര്യാദക്ക് കഴിച്ചോണം കേട്ടോ. നകുലേട്ടാ, ഇല്ല കമ്പനി പേരൊന്നുമില്ലല്ലോ. കഴിച്ച പണി കിട്ടൂ? അത് കഴിച്ച പണി കിട്ടുമെന്ന് എനിക്കറിയില്ല. പക്ഷെ കഴിച്ചില്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ നല്ല കിണിപ്പിനിട്ടു. നോക്കട്ടെ. നോക്കി കഴിക്കണോ? കഴിക്കാം. നകുലേട്ടാ, ഇനി അവര് പറഞ്ഞ പോലെ പെറ്റുകൂട്ടേണ്ടി വരൂ. അതിന് നമുക്കാരോട് യുദ്ധം ചെയ്യില്ലല്ലോ. അതെ, ഇത് കഴിച്ചോണ്ട് മാത്രം കുട്ടിയാവില്ലട്ടാ. നല്ല ടീമാണെന്ന് തോന്നുന്നു. ഞാനവിടെ പറഞ്ഞിരിക്കുന്നുണ്ട്. കുറച്ച് ജ്യൂസും കൊടുത്തിട്ട് കുടിക്കാൻ. കല്ലിനെ പറ്റി ചോദിച്ചാ? കല്ലിനെ പറ്റി ചോദിച്ചപ്പോ മൂത്രത്തി കല്ലിനെ പറ്റിയാ പറയാം. മൂത്രത്തി കല്ല? അവരിലെന്തോ മരുന്നുണ്ട് അത്രേ മൂത്രത്തി കല്ലിനെ പറ്റി. നഗലേട്ടനല്ലേ? സാർ കല്ല് നോക്കാൻ? കല്ലെടുക്കാൻ ഒരുപാട് പേര് വരും. സാറിന്റെ ജീവിതത്തിലെ കല്ലെടുക്കാൻ ഒരാളെ വരും. സുരേഷ്, ക്യാപ്ഷൻ സുരേഷ്. ക്യാപ്റ്റൻ? ക്യാപ്റ്റൻ അല്ല, ക്യാപ്ഷൻ. ഈ അവസരമായി ക്യാപ്ഷൻ പറയുന്നുണ്ട് ആളുകൾ. എനിക്കിട്ട പേരാണ് ക്യാപ്ഷൻ സുരേഷ്. ഇപ്പം പണകളിൽ ഒരു പണത്തൂക്കം മുന്നിൽ, നകുലൻസ് പണ ഇപ്പൊ ഉണ്ടാക്കിയത്. കൊള്ളാല്ലേ? വൺ മിസ്റ്റർ ജിത്തു സാറിന്റെ ഫ്രണ്ട് അല്ലേ? പുള്ളിയാണ് സാറിന്റെ പ്രശ്നത്തെ പറ്റി പറഞ്ഞത്. ഞാൻ ഇതുപോലത്തെ ഒരുപാട് പ്രശ്നങ്ങൾ സോൾവ് ചെയ്തിട്ടുള്ള. എന്ത് പ്രശ്നത്തിനെ പറ്റി പറഞ്ഞു വരുന്നത്? കുട്ടികളിലായിരിക്കുന്ന വലിയ കുഴപ്പമായിട്ട് ആൾക്കാർ കാണുന്നത്. സത്യത്തിൽ ആർക്കാ കുഴപ്പം? അല്ല, കുഴപ്പം ആർക്കായാലും എനിക്ക് കുഴപ്പമില്ല. പക്ഷെ ഞങ്ങൾ ഫലപുഷ്ടിക്കാർക്ക് ഇതങ്ങനെ കാണാൻ പറ്റില്ല. എവിടെ ഫലപുഷ്ടിയുണ്ട് അവിടെ കുഞ്ഞുണ്ട്. അതാണ് ഇതിൻ്റെ ക്യാപ്ഷൻ. എഫക്റ്റ് തീരെ ഇല്ലാത്തതുകൊണ്ട് സൈഡ് എഫക്റ്റ് ഒട്ടും ഇല്ലാത്തൊരു പ്രോഡക്റ്റാണിത്. ഇത് ഉപയോഗിച്ചൊരു 3 മാസത്തിനുള്ളിൽ റിസൾട്ട് ഉണ്ടാവും. നമ്മളിപ്പോൾ വേറെ ട്രീറ്റ്മെന്റിലാണ്. എന്താവശ്യത്തിന്? ഇതെല്ലാം തട്ടിപ്പാ. അതെല്ലാം തട്ടിപ്പാ. ഇതിന് വേറെ 4000 രൂപ ഉള്ളൂ. 4000 രൂപ കുഞ്ഞ്. അങ്ങനെ ഒരു ക്യാപ്ഷൻ ഉണ്ട് ഇതിന്. അല്ല, ഞാൻ വൈഫായിട്ടൊന്ന് ഡിസ്കസ് ചെയ്തിട്ട് ജിത്തിനെ അറിയിച്ചാൽ പോരെ? വൈഫിന് ഒരു സർപ്രൈസ് കൊടുക്കാം. അവൾക്ക് സർപ്രൈസ് ഒന്നും ഇഷ്ടമല്ല. അപ്പൊ വേണ്ട. വേണ്ടെങ്കിൽ വേണ്ട. അല്ലെങ്കിൽ നല്ല നായിക കയറത്തില്ല. നായികരണ പൊടി ഇട്ടിട്ട് സാറ് മേടിച്ചില്ലല്ലോ. ഹലോ. ആ
സാരില്ല, കരയില്ലേ? രണ്ടുപേരാ? എനിക്കായി അമ്മേ. ഇവക്കായ്മ പ്രഗ്നൻസി കിറ്റിൽ തെളിഞ്ഞ ആ 2 വര ശരിക്കും പറഞ്ഞ ഞങ്ങളെ ലൈഫിൽ മുന്നോട്ടേക്കുള്ള ഒരു ഗിയർ ചേഞ്ച് ആയിരുന്നു. നാട്ടുകാരെ ചോദ്യശരങ്ങൾ അങ്ങനെ നിന്നു. പിന്നീട് വന്നത് ചോദ്യങ്ങൾക്ക് ഒരുതരം വാദങ്ങളായിരുന്നു, അവകാശവാദങ്ങൾ. ഇപ്പൊ കമലാശേർത്തി പറഞ്ഞത് എന്തായി? സുകുമാരകൃതം വലിച്ചില്ലേ? കാര്യം നടന്ന കമലാശേർത്തിനെ കണ്ട പോലെ കാണാനെന്ന് മോൻ പറഞ്ഞിനെ. എല്ലാം നിങ്ങൾ പറഞ്ഞല്ലേ. വേറെ ആയിക്കോട്ടെ. എന്റെ മോന്റോക്ക് വിശേഷായ ആ ആയാ ആയി. നിന്റെ മോന്റെ വിസ വന്നോ? വന്നു. എല്ലാവരെയും കണ്ടു, എന്നെ മാത്രം എന്തുകൊണ്ട് കാണാത്തത് കൃഷ്ണ? ഇവിടുന്ന് സന്താന സൗഭാഗ്യന്ത്രം പോയിച്ചു ധരിച്ച ആർക്കും ബലം ലഭിക്കാതിരുന്നിട്ടില്ല. അത്രയ്ക്കും ശക്തിയുള്ള കൃഷ്ണനാണ് ഇവിടെ ഉള്ളത്. പിന്നെ നമ്മുടെ പൂജാരിയുടെ കൈപ്പുണ്യവും. നേർച്ച പറഞ്ഞത് മറക്കണ്ട. അമ്മ എടുത്തു. ആടെണ്ടല്ലോ മുന്നില്. എവിടെ? ആടാ. എന്റെ അമ്മേ, ഇങ്ങൊന്നേ ഇങ്ങൊന്നേ. അമ്മേ വന്നേ. എന്താടാ? കത്തിച്ചോ. നിങ്ങളധികം ആട് നിന്നാലേ വഴിപാടിന്റെ എണ്ണം കൂടും, അതാ. കത്തിച്ചോട്ടാ. എടാ ഇങ്ങളൊക്കെ എന്നെ എത്ര മക്കാറാക്കിയിട്ടുണ്ട് എന്റെ ഓളെ പ്രസവത്തെ പറ്റി പറഞ്ഞിട്ട്. എടാ ഇങ്ങക്ക് അറിയാം, ഈ ദുനിയാവിലെ ഏറ്റവും സുന്ദരമായ കാഴ്ച തന്നറിയ ഇങ്ങക്ക്? എടാ ലേബർ റൂമിൽ നിന്ന് നേഴ്സ് വരും കുഞ്ഞുമായിട്ട് നമ്മളെ കാണിക്കാൻ. എടാ ആ കുഞ്ഞിന്റെ മുഖാടാ ഈ ദുനിയാവിലെ ഏറ്റവും സുന്ദരമായ കാഴ്ച. എടാ അത് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് കാണാൻ വേണ്ടിട്ട് എന്റെ ഓളിങ്ങനെ പ്രസവിച്ചു കൂട്ടുന്നത്. എടാ ശുക്രേ, ലോകത്തിലെ ഏറ്റവും വലിയ വേന എന്തെന്നറിയാം എനിക്ക്? എന്താ? അത് പ്രസവേനയാണ്. അത് ഇനി ഒരിക്കലും അറിഞ്ഞാലേ എന്റെ കാഴ്ച കാണൽ അതോടെ വെക്കും.